അവസാനമൊക്കെ കണ്ണ് നിറഞ്ഞു. നമ്മളൊരു റിലാക്സേഷന് വേണ്ടി പോവല്ലേ, അപ്പോൾ ഒരു ടെൻഷൻ ഇങ്ങനെ കാണുമ്പം. വയലൻസ് എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴേ ആ ഒരിത്. കുറേ നാൾക്ക് ശേഷം ഇറങ്ങിയ പടമാണ്. കുറേ നാൾക്ക് ഇങ്ങനെ എമ്പുരാൻ വയലൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടരും ഒരു ഫാമിലി മൂവി ആയിട്ട്. കേരളത്തിൽ നല്ല ഹിറ്റാവും. എനിക്ക് തോന്നുന്നു ദൃശ്യം പോലെയൊക്കെ എല്ലാ ഭാഷയിലും ഈ സിനിമ റീമേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ലായിരുന്നു. ആ കൊള്ളാം. നല്ല സിനിമ, സൂപ്പർ സിനിമ. നല്ല സിനിമ കേട്ടോ. എമ്പുരാൻ ഇതിൽ നിന്ന് കത്തും. നല്ലത്. പഴയ ലാലേട്ടൻ വന്ന് ഇല്ല പഴയ ലാലേട്ടനെ കാണാം ഇതിൽ. അവസാനമൊക്കെ കണ്ണ് നിറഞ്ഞു. നല്ല സിനിമയായിരുന്നു. നല്ലതാ, ഇഷ്ടം. കുഴപ്പമില്ലെന്നേ പറയാനുള്ളൂ. ഓക്കെ, വയലൻസാ കുഴപ്പമില്ല. എന്നാലും നമ്മളൊരു റിലാക്സേഷന് വേണ്ടി പോവല്ലേ, അപ്പോൾ ഒരു ടെൻഷൻ ഇങ്ങനെ കാണുമ്പം. കുഴപ്പമില്ല. സിനിമ ഓക്കെ, മോഹൻലാൽ ഫാൻസിന് ഇഷ്ടപ്പെടും. ഫൈറ്റ് സീൻസ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വയലൻസ് എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴേ ആ ഒരിത്. നല്ല പടമാണ്, സൂപ്പർ പടം. വയലൻസ് അല്ല, എല്ലാം കൂടെ ത്രില്ലർ, അങ്ങനെ നല്ല പടം. സൂപ്പർ, ഒരു രക്ഷയില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല പടം. എമ്പുരാനെക്കാട്ടിയും കൂടുതൽ ഇതാണ് വന്നത്. വയലൻസ് അല്ല, ഒരു ഫാമിലി മൂവി. അത്യാവശ്യം നല്ല പടം. അതെ, കുറേ നാൾക്ക് ശേഷം ഇറങ്ങിയ പടമാണ്. കുറേ നാൾക്ക് ഇങ്ങനെ എമ്പുരാൻ വയലൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ തുടരും ഒരു ഫാമിലി മൂവി ആയിട്ടുണ്ട്. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല അഭിനയം മോഹൻലാലിൻ്റെ. നല്ല സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും സിനിമ. കാരണം ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, കുറേ സിനിമ വിജയിച്ചെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ ഇത് തന്നെയാണ്. കുറേ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ തന്നെ. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറേ ദിവസമായി മോഹൻലാലിൻ്റെ, എനിക്ക് തോന്നുന്നു നേരം കൊള്ളായിരുന്നു. ഇതിന് മുന്നേ ഈ ഒരു പെർഫോമൻസ്, മോഹൻലാലിൻ്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റുന്നതായിരുന്നു. പിന്നെ കുറേ കാലം മുന്നേ ഉള്ള സിനിമകളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തന്മാത്രയും പിന്നെ ഭ്രമരമൊക്കെ ആ ലെവലിലുള്ള ഈ സിനിമ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അല്ല, വില്ലൻ അത് പുതിയൊരാളാണ്. അയാൾ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾ കിടിലമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പുതിയ ആളാണ്. അയാൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുണ്ടുമടക്കിയ ലാലേട്ടനാണ്. ഇപ്പോൾ ഈ സിനിമ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിൽ നല്ല ഹിറ്റാവും. എനിക്ക് തോന്നുന്നു ദൃശ്യം പോലെയൊക്കെ എല്ലാ ഭാഷയിലും ഈ സിനിമ റീമേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല പടം. മോഹൻലാലിൻ്റെ ലാലേട്ടൻ നല്ല അഭിനയമാണ്. സൂപ്പർ പടം തന്നെയാണ്, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ടുണ്ട് പടം. സെക്കൻഡ് ഹാഫ് സൂപ്പറായിരുന്നു. ലാലേട്ടൻ സൂപ്പർ സിനിമയായിരുന്നു കേട്ടോ. ശോഭനയുടെ അതുപോലെ പണ്ടത്തെ ആ ഒരു നമുക്കൊരു ഇത് ആ ഒരു എയിലൊക്കെ എടുത്തതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു.